നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. ഇന്ന് PSC നടത്തിയ ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷ, ഒന്നാം ഘട്ട പരീക്ഷ നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു? പരീക്ഷ എഴുതിയ ആൾക്കാർ താഴെ നിന്ന് കമന്റ് ചെയ്യൂ. എങ്ങനെയായിരുന്നു? ഡിഫിക്കൽട്ട് ആയിരുന്നോ അതോ മോഡറേറ്റ് ലെവൽ എക്സാം ആയിരുന്നോ, ഈസി ആയിരുന്നോ എന്നൊക്കെ താഴെ നിന്ന് കമന്റ് ചെയ്തേക്കാം. എന്നാലും നമുക്ക് ആൻസർ കീ ഒന്ന് പരിശോധിക്കാം. ഓക്കെ, ആൻസർ കീ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൂടെ കൊടുത്തേക്കണേ. തുടങ്ങിയാലോ? ആദ്യത്തെ ചോദ്യം, മുറിച്ചിപ്പത്തനം എന്നും അറിയപ്പെട്ടിരുന്ന തുറമുഖം ഏതാണ്? മുസിരിസ് അഥവാ കൊടുങ്ങല്ലൂർ. ഇന്നത്തെ കൊടുങ്ങല്ലൂരാണ് ഈ പ്രദേശം കേട്ടോ. രാമായണത്തിലെ പരാമർശമാണ്. രാമായണത്തിലെ കിഷ്കിന്ധാകാന്ഡത്തിലാണ് ഈ തുറമുഖത്തെ മുറിച്ചിപ്പത്തനം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, ഈ ഗെയിംസ് ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്നറിയപ്പെട്ടിരുന്നു. ഏതാ ഗെയിംസ്? കോമൺവെൽത്ത് ഗെയിംസ് ആണ്. കോമൺവെൽത്ത് ഗെയിംസ്. ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? കർണം മല്ലേശ്വരിയാണ്. കർണം മല്ലേശ്വരി. 2026 ഫിഫ ലോകകപ്പിന്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, മെക്സിക്കോ, കാനഡ. ഇത് മൂന്നും ശരിയാണ്. മുകളിൽ പറഞ്ഞവയെല്ലാം. ടേബിൾ ടെന്നീസിൽ 2023 അർജുന അവാർഡ് നേടിയത് ആരാണ്? ഐഹിക മുഖർജിയാണ്. ഐഹിക മുഖർജി. നീർത്തട പരിപാലന പരിപാടികൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത് ഭൂഗർഭ ജല റീചാർജും മണ്ണ് സംരക്ഷണവും മെച്ചപ്പെടുത്തുക എന്നതാണ്. സാമൂഹിക സുരക്ഷയെ സാമൂഹിക ക്ഷേമത്തിൽ നിന്നും വേർതിരിക്കുന്ന സവിശേഷത ഏതാണ്? സംഭാവനയെയോ പദവിയെയോ അടിസ്ഥാനമാക്കിയുള്ള നിയമപരമായ അവകാശം. അടുത്ത ചോദ്യം, ഫലപ്രദമായ ഗ്രാമീണ തൊഴിൽ പരിപാടികൾക്ക് വികേന്ദ്രീകരണം പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് പ്രാദേശിക ഉത്തരവാദിത്വവും ആസൂത്രണവും മെച്ചപ്പെടുത്തുന്നു. തൊഴിൽ നിയമനിർമ്മാണത്തിന് അടിസ്ഥാനമായ ഏത് തത്വമാണ് ന്യായമായ തൊഴിൽ സാഹചര്യങ്ങളെ ഏറ്റവും നേരിട്ട് പിന്തുണയ്ക്കുന്നത്? അസമമായ വിലപേശൽ ശക്തിയിൽ നിന്ന് തൊഴിലാളികളുടെ സംരക്ഷണം. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സാമൂഹിക സാമ്പത്തിക വികസനത്തെ ഏറ്റവും നന്നായി പ്രതിഫലിപ്പിക്കുന്ന സൂചകം ഏതാണ്? മനുഷ്യ വികസന സൂചികയാണ്. കുട്ടികളിലെ വളർച്ചക്കുറവ് പരിഹരിക്കുന്നതിനായി ഒരു സ്കൂൾ പോഷകാഹാര പദ്ധതിയിൽ പയർവർഗ്ഗങ്ങളും മുട്ടകളും ഉൾപ്പെടുത്തുന്നു. ഇത് പ്രധാനമായും മെച്ചപ്പെടുത്തുന്നത് പ്രോട്ടീൻ ലഭ്യതയാണ്. പയർവർഗ്ഗങ്ങളും മുട്ടയും എന്താണ് പ്രദാനം ചെയ്യുന്നത്? പ്രോട്ടീൻ ആണ്. കേരളത്തിലെ നെൽകൃഷി സീസണുകളിലായി നിരീക്ഷിക്കുന്നതിന് ഉപഗ്രഹ ചിത്രങ്ങൾ ഉപയോഗിക്കുന്നു. ഇത് ഏതിന് ഉദാഹരണമാണ്? റിസോഴ്സ് മോണിറ്ററിംഗിലുള്ള റിമോട്ട് സെൻസിങ്ങിന് ഉദാഹരണമാണ്. ഒരു മലയോര മേഖലകളിൽ ഡീസൽ ജനറേറ്ററുകൾക്ക് പകരം മൈക്രോ ഹൈഡ്രോ സിസ്റ്റം സ്ഥാപിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട പരിസ്ഥിതി ഗുണം എന്താണ്? വായു മലിനീകരണത്തിലും ഇന്ധന ചെലവിലും കുറവ്. അടുത്ത ചോദ്യം, ഒരു സ്വാഭാവിക വനത്തിനു പകരം ഏകവിള തോട്ടങ്ങൾ മാത്രമുള്ള തോട്ടം ഉപയോഗിച്ച് മാറ്റി സ്ഥാപിക്കുകയും 2 വർഷത്തിനുള്ളിൽ കീടങ്ങളുടെ ആക്രമണം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ ഏറ്റവും സാധ്യതയുള്ള കാരണം എന്താണ്? സ്വാഭാവിക വേട്ടക്കാരൻ ഇര സന്തുലിതാവസ്ഥയുടെ തടസ്സമാണ്. മെഡിക്കൽ ഇംപ്ലാന്റുകളിൽ നാനോ കോട്ടിങ്ങുകൾ ഉപയോഗിക്കുന്നത് ബാക്ടീരിയ അണുബാധ കുറയ്ക്കുന്നു. ഇതിന്റെ പ്രധാന കാരണം തന്മാത്രാ സ്കെയിലിൽ സൂക്ഷ്മാണുക്കളുമായി ഇടപഴകുന്നത്. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു സ്റ്റോർ നിർദ്ദേശം? A=B. ഇനി പറയുന്നവ ശരിയായി പൊരുത്തപ്പെടുത്തുക. ഇവിടെ ശരിയായി പൊരുത്തപ്പെട്ടത് മാൽവെയർ വൈറസ് ആണ്, സ്പാമിംഗ് ഇമെയിൽ, സൈബർ നിയമം, സൈബർ കുറ്റകൃത്യം, ഫിഷിംഗ്, ഡേറ്റ മോഷ്ടിക്കൽ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. സോഫ്റ്റ്വെയർ പാക്കേജുകളെ കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇതിൽ ഏതൊക്കെയാണ് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ? ഇവിടെ തെറ്റായിട്ടുള്ളത് 1, 3, 4 ശരിയായിട്ടുള്ളത് MS വേർഡും MS എക്സലും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പാക്കേജുകളുടെ ഉദാഹരണങ്ങളാണ്. അത് ശരിയാണേ. അടുത്ത ചോദ്യം, OSI മോഡലിന്റെ ഡേറ്റ ലിങ്ക് ലെയറിൽ പ്രവർത്തിക്കുന്നതും ഒരു നെറ്റ്വർക്കിനെ സെഗ്മെന്റുകളായി വിഭജിക്കാൻ ഉപയോഗിക്കുന്നതുമായ നെറ്റ്വർക്ക് ഉപകരണം ഏതാണ്? സ്വിച്ച്. താഴെ പറയുന്നവയിൽ ഏതാണ് https://www.mypage.com എന്നതിലേക്ക് ക്ലിക്ക് ചെയ്യാവുന്ന ലിങ്ക് ശരിയായി സൃഷ്ടിക്കുന്നത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ടീസ്ത മുതൽ ബ്രഹ്മപുത്ര നദികൾ വരെയുള്ള ഹിമാലയൻ ശ്രേണികൾ അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? അസം ഹിമാലയം. താഴെ പറയുന്ന പ്രസ്താവന വായിച്ച് ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. 2 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഇതിലെ ഒന്ന് മാത്രമാണ് ശരി. ലോകത്തിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ വ്യാപകമായ വെള്ളപ്പൊക്കത്തിനും വരൾച്ചയ്ക്കും കാരണമാകുന്ന ഒരു ഇടുങ്ങിയ ചൂടുള്ള പ്രവാഹമാണ് എൽ നിനോ. റിമോട്ട് സെൻസിംഗിൽ സ്വാത്തിന്റെ ഒരു വശത്ത് നിന്ന് മറുവശത്തേക്ക് വരുന്ന വരികളിലൂടെ ഭൂമിയെ സ്കാൻ ചെയ്യുന്ന സ്കാനറുകളെ
എന്തെന്ന് വിളിക്കുന്നു? ക്രോസ് ട്രാക്ക് സ്കാനിംഗ്. ഒരു മരത്തിന്റെ ശാഖകൾക്ക് സമാനമായ രൂപത്തിലുള്ള ജലനിർഗമന സംവിധാനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഡെൻഡ്രിറ്റിക്. കേരളത്തിലെ കൊടുത്തിരിക്കുന്ന തടാകങ്ങളിൽ നിന്നും തെറ്റായ ജോഡി കണ്ടെത്തുക. ഇതിൽ തെറ്റായിട്ടുള്ള ജോഡി ഒന്നുമില്ല, എല്ലാ ജോഡികളും ശരിയാണ്. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിൽ തന്നെയാണ്. വയനാട് ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ ശുദ്ധജല തടാകമാണ് മൂരിയാട് തൃശൂർ ജില്ലയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ശുദ്ധജല തടാകം. ഏനമാക്കലും ഒരു ശുദ്ധജല തടാകം തൃശൂർ ജില്ല. മനക്കൊടി തൃശൂർ ജില്ലയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ശുദ്ധജല തടാകം. അപ്പൊ തന്നിരിക്കുന്ന എല്ലാം ശരിയാണ്. അപ്പൊ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഡച്ചുകാരെ കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് തെറ്റായ പ്രസ്താവനകൾ? തെറ്റായിട്ടുള്ള പ്രസ്താവന കേരളത്തിൽ ആദ്യമായി അച്ചടിശാല ആരംഭിച്ചത് ഡച്ചുകാരാണ് എന്നതാണ്. നൽകിയിരിക്കുന്ന ജോഡികൾ യോജിപ്പിച്ച് താഴെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഇവിടെ തന്നിരിക്കുന്നതില് ചാന്നാർ കലാപം മാത്രമാണ് തെറ്റിപ്പോയത്. ചാന്നാർ കലാപം നേതൃത്വം നൽകിയത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. അപ്പോൾ ബാക്കി മൂന്നും ശരിയാണ്, അത് മാത്രം തെറ്റിപ്പോയി. 2025 മികച്ച വനിതാ കളിക്കാരിക്കുള്ള ഫിഫ അവാർഡ് നേടിയത് ആരാണ്? ഐറ്റാന ബോൺമാറ്റി. ഔറംഗസീബിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? 1ഉം 2ഉമാണ് ശരി. അദ്ദേഹം ജസിയെ വീണ്ടും ഏർപ്പെടുത്തി. അദ്ദേഹം ആക്രമണാത്മകമായ ഒരു ഡെക്കാൻ നയം പിന്തുടർന്നു എന്നത്. അടുത്ത ചോദ്യം, 1909 ഇന്ത്യൻ കൗൺസിൽസ് ആക്ടിനെ പരാമർശിച്ച് ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇവിടെ തന്നിരിക്കുന്നതില് 1ഉം 2ഉം 4ഉമാണ് ശരി. മിന്റോ മോർലി പരിഷ്കാരങ്ങൾ എന്നറിയപ്പെടുന്നു. പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അവതരിപ്പിച്ചു. ഇത് ലെജിസ്ലേറ്റീവ് കൗൺസിലുകളുടെ വലിപ്പം വർദ്ധിപ്പിച്ചു. അടുത്ത ചോദ്യം, GR ഇന്ദുഗോപന്റെ അനോ എന്ന നോവലിനെ കുറിച്ചും അതിന്റെ ചരിത്ര പശ്ചാത്തലത്തെ കുറിച്ചും ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. 16-ാം നൂറ്റാണ്ടിലെ ഒരു വെള്ള ആൽബിനോ ആനയുടെയും അതിന്റെ പാപ്പാന്റെയും കൊച്ചിയിൽ നിന്ന് റോമിലേക്കുള്ള യാത്രയാണ് അനോ എന്ന നോവൽ ചിത്രീകരിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ നവോത്ഥാന യൂറോപ്പുമായി ഉള്ള ചരിത്രപരമായ സമുദ്രാന്തര ബന്ധങ്ങൾ പര്യവേഷണം ചെയ്യുന്ന നോവൽ. ഇത് രണ്ടുമാണ് ശരി. മലയാളത്തിലെ ഇതിഹാസ കവി കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 3 പ്രസ്താവനകളാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇതില് ഈ തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 18-ാം നൂറ്റാണ്ടിലെ തുള്ളൽ കലാരൂപത്തിന്റെ ശില്പിയായ കുഞ്ചൻ നമ്പ്യാർ തന്റെ രചനകളിൽ മൂർച്ചയുള്ള സാമൂഹിക വിമർശനവും നർമ്മവും സമന്വയിപ്പിച്ചതിന് ജനകീയ കവിയായി ആഘോഷിക്കപ്പെടുന്നു. മലയാളത്തിലെ ആദ്യത്തെ ഭാഷാ ചരിത്രകാരനായ P. ഗോവിന്ദപിള്ളയാണ് നമ്പ്യാരുടെ കൃതികളെ ആദ്യമായി പട്ടികപ്പെടുത്തിയത്. അദ്ദേഹത്തിന്റെ പ്രാരംഭ പട്ടികയിൽ കൃത്യമായി 60 തുള്ളൽ രചനകൾ തിരിച്ചറിഞ്ഞു. സാഹിത്യ പഞ്ചാനൻ കണ്ടെത്തിയ സുന്ദോപാഖ്യാനം ഉൾപ്പെടുന്നതുൾപ്പെടെ വിവിധ പ്രസിദ്ധീകരണങ്ങളിലൂടെ നമ്പ്യാർക്ക് അവകാശപ്പെട്ട കൃതികളുടെ എണ്ണം കാലക്രമേണ വർദ്ധിച്ചു. തന്നിരിക്കുന്നത് എല്ലാം ശരിയാണ്. അടുത്ത ചോദ്യം, കവി T. ഉബൈദിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. T. ഉബൈദ് ഒരു ദ്വിഭാഷാ കവിയായിരുന്നു. അദ്ദേഹം മലയാളം കന്നഡ സാഹിത്യത്തിന് ഗണ്യമായ സംഭാവനകൾ നൽകി. കേരള രൂപീകരണ കാലഘട്ടത്തിൽ കവി മലയാളം തന്റെ പ്രാഥമിക മാധ്യമമായി തെരഞ്ഞെടുത്തപ്പോൾ കന്നഡ ഭാഷയോടുള്ള പ്രതീകാത്മക വിടവാങ്ങലായിട്ടാണ് വിടവാങ്ങൽ എന്ന കവിത എഴുതിയത്. താഴെ പറയുന്ന നവോത്ഥാന നേതാക്കളെ അവരുടെ ജനന വർഷത്തിനനുസരിച്ച് ക്രമീകരിക്കുക. അപ്പോ ശരിയായി ക്രമീകരിക്കുമ്പോൾ ആദ്യം ആറാട്ടുപുഴ വേലായുധ പണിക്കർ, 2ാമത് ചട്ടമ്പി സ്വാമികൾ, 3ാമത് പൽപ്പു, 4ാമത് വക്കം മൗലവി. താഴെ പറയുന്നവയിൽ ബുദ്ധമതവുമായി ബന്ധമില്ലാത്ത ആരാധനാലയങ്ങൾ ഏതാണ്? കൂടൽമാണിക്യ ക്ഷേത്രമാണ്. തിരുവിതാംകൂറിലെ പണ്ടാരപ്പാട്ട വിളംബരം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭൂപരിഷ്കരണങ്ങൾ. കേരളത്തിലെ വിമോചന സമരം എന്തിനുള്ള പ്രതികരണമായിരുന്നു? വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾ. ദി റെച്ചഡ് ഓഫ് ദി എർത്ത് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര്? ഫ്രാൻസ് ഫാനോൺ. ഇന്ത്യയുടെ കിഴക്കോട്ട് നോക്കുക നയം ലുക്ക് ഈസ്റ്റ് പോളിസി പ്രഖ്യാപിച്ചത് ആര്? നരസിംഹറാവു. ബ്രെട്ടൺ വുഡ് സ്ഥാപനങ്ങൾ സ്ഥാപിതമായത് ആഗോള സാമ്പത്തിക സ്ഥിരത സംരക്ഷിക്കാൻ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ എത്ര അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്? 3 അംഗങ്ങൾ. താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ഹരിത വിപ്ലവത്തിന്റെ പ്രധാന ഘടകങ്ങൾ? ഹരിത വിപ്ലവത്തിന്റെ പ്രധാന ഘടകങ്ങൾ ഉയർന്ന വിളവ് നൽകുന്ന ഇനം, വിത്തുകൾ, രാസവളങ്ങളുടെ ഉപയോഗം, ജലസേചന സൗകര്യങ്ങളുടെ വിപുലീകരണം. ഈ തന്നിരിക്കുന്നതെല്ലാം ശരിയാണ്. അടുത്ത ചോദ്യം, 1971 ബംഗ്ലാദേശിനെ ഒരു സ്വതന്ത്ര രാജ്യമായി ആദ്യമായി അംഗീകരിച്ച രാജ്യം ഏതാണ്? ഭൂട്ടാനാണ്. ഭൂട്ടാൻ. ചോദ്യം, എസ്താഡോ ദ ഇന്ത്യ ജനപ്രിയമായി അറിയപ്പെടുന്നത് പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി.
നാസി ജർമ്മനിയോടുള്ള പ്രീണന നയവുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? നെവിൽ ചേംബർലെയിൻ. ദേശീയ വരുമാന കണക്കെടുപ്പിൽ ഉപയോഗിക്കുന്ന താഴെ പറയുന്നവയിൽ ഏത് സമവാക്യമാണ് തെറ്റായിട്ടുള്ളത്? ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ളത്. ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യയിൽ മെഹലനോബിസ് മാതൃക ഉപയോഗിച്ചത്? അതിന്റെ പ്രധാന ഊന്നൽ എന്തായിരുന്നു? രണ്ടാം പഞ്ചവത്സര പദ്ധതി. ഘന അടിസ്ഥാന മൂലധന ഗുഡ് വ്യവസായങ്ങളുടെ നിക്ഷേപം. ഇന്ത്യയിലെ 2 തരം ആദായ നികുതികൾ ഏതൊക്കെയാണ്? വ്യക്തിഗത ആദായ നികുതിയും കോർപ്പറേഷൻ നികുതിയും. അടുത്ത ചോദ്യം, RBIയുടെ ഓപ്പൺ മാർക്കറ്റ് പ്രവർത്തനങ്ങൾ എന്താണ്? RBIയുടെ ഓപ്പൺ മാർക്കറ്റ് പ്രവർത്തനങ്ങൾ മണി മാർക്കറ്റിൽ യോഗ്യമായ സെക്യൂരിറ്റികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുക. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ പട്ടികപ്പെടുത്തിയിരിക്കുന്ന ഉപഭോക്തൃ അവകാശങ്ങൾ ഏതൊക്കെയാണ്? തന്നിരിക്കുന്നത് എല്ലാം ശരിയാണ്. സുരക്ഷിതത്വത്തിനുള്ള അവകാശം, വിവരങ്ങൾ അറിയാനുള്ള അവകാശം, തിരഞ്ഞെടുക്കാനുള്ള അവകാശം, കേൾക്കാനുള്ള അവകാശം, പരിഹാരം തേടാനുള്ള അവകാശം, ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം. 3 സംഖ്യകൾ തമ്മിലുള്ള അനുപാതം 2:3:4 അവയുടെ ആകെ തുക 27 ആണ്. 3 സംഖ്യകളുടെ ഗുണനഫലം കണ്ടെത്തുക. 648. ആനന്ദ് ബോലയുടെ 3 ഇരട്ടി നല്ല ജോലിക്കാരനാണ്. അവർ ഒരുമിച്ച് ഒരു ജോലി 15 ദിവസം കൊണ്ട് തീർക്കും. ബോല മാത്രം എത്ര ദിവസം കൊണ്ട് ജോലി പൂർത്തിയാക്കും? 60. 225 മീറ്റർ ക്യൂബ് വ്യാപ്തവും 25 മീറ്റർ സ്ക്വയർ വിസ്തീർണവുമുള്ള ഒരു ക്യൂബോയിഡിന്റെ ഉയരം എത്ര? 9. AP-യിൽ എത്ര പദങ്ങളുണ്ട്? 4, 7, 10 മുതൽ 100 വരെയുള്ള AP ആണ്. ഇതിൽ എത്ര പദങ്ങളുണ്ട്? 33. അടുത്ത ചോദ്യം, അരുൺ A, B എന്നീ ഇനങ്ങൾ 192 രൂപയ്ക്ക് വാങ്ങി. അയാൾ A ഇനത്തെ 20% ലാഭത്തിലും B ഇനത്തെ 20% നഷ്ടത്തിലും വിറ്റു. അയാളുടെ ആകെ ലാഭം 8 രൂപയാണെങ്കിൽ A ഇനത്തിന്റെ വാങ്ങിയ വില 116 രൂപ. 5% വാർഷിക പലിശ നിരക്കിൽ 3 വർഷത്തെ നിക്ഷേപത്തിന് ശേഷം ഒരു നിശ്ചിത തുകയുടെ സംയുക്ത പലിശ ആ തുകയുടെ സാധാരണ പലിശയേക്കാൾ 61 രൂപ കൂടുതലാണ്. തുക കണ്ടെത്തുക. 8000 രൂപ. 6387 ഡിവൈഡ് ബൈ 8516 ലഘൂകരിച്ചാൽ എത്രയാണ്? 3/4. M ഇനങ്ങളുടെ ആകെ തുകയുടെ 20% അതിന്റെ ശരാശരി ആണെങ്കിൽ എമ്മിന്റെ മൂല്യം 5. 2 സംഖ്യകളുടെ ശരാശരി AB ആണ്. ഒരു സംഖ്യ A ആണെങ്കിൽ മറ്റൊന്ന് 2AB മൈനസ് A. 2x = 1024 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എത്ര? 10. സണ്ണിനെ HFM എന്നും സ്റ്റാറിനെ HGZI എന്നും കോഡ് ചെയ്യാമെങ്കിൽ ഗാലക്സി എന്ന വാക്ക് ഡീകോഡ് ചെയ്താൽ എങ്ങനെയാണ്? ഓപ്ഷൻ A TZOZCB. ഒരു പുരുഷന്റെ ഛായാചിത്രത്തിലേക്ക് നോക്കി അരുൺ പറഞ്ഞു, അവന്റെ അമ്മ എന്റെ അച്ഛന്റെ മകന്റെ ഭാര്യയാണ്. എനിക്ക് സഹോദരനോ സഹോദരിയോ ഇല്ല. ആരുടെ ഛായാചിത്രമാണ് അരുൺ നോക്കിയിരുന്നത്? അവന്റെ മകൻ. സഞ്ജു കിഴക്ക് ദിക്കിന് അഭിമുഖമായി നിൽക്കുന്നു. അവൻ 4 മീറ്റർ മുന്നോട്ട് നടന്ന ശേഷം വലത്തോട്ട് തിരിഞ്ഞ് 3 മീറ്റർ നടന്നു. വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 4 മീറ്റർ നടന്നു. അതിനുശേഷം അവൻ പുറകോട്ട് തിരിഞ്ഞു. ഇപ്പോൾ അവൻ ഏത് ദിക്ക് അഭിമുഖമായി ആണ് നിൽക്കുന്നത്? കിഴക്കാണ്. അടുത്ത ചോദ്യം, KARZXEF എന്നത് 8501942 എന്നും BZWXRFA എന്നത് 31799025 എന്നും കോഡ് ചെയ്താൽ WRAEKF ഇതിന്റെ കോഡ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി. സംഖ്യാ പരമ്പരയിലെ തെറ്റായ സംഖ്യ കണ്ടെത്തുക. ഇവിടുത്തെ തെറ്റായ സംഖ്യ 44 ആണ്. എക്സ് മൈനസ് എന്നീ ചിഹ്നങ്ങളും 25 എന്നീ സംഖ്യകളും പരസ്പരം മാറ്റി എഴുതുമ്പോൾ താഴെ പറയുന്നവയിൽ ഏത് സമവാക്യമാണ് ശരിയാകുന്നത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. ഏതാണ് ഏറ്റവും വലുത്? ഇവിടെ തന്നിരിക്കുന്നതിൽ ഏറ്റവും വലുത് 2:22 ആണ്. 1/4 പ്ലസ് 1/4 ഡിവൈഡ് ബൈ 1/4 ഇൻറ്റു 1/4 മൈനസ് 1/4 വാല്യൂ എത്രയാ? 1/4. തിങ്കളാഴ്ച രാവിലെ 7:40 ശരിയായി സെറ്റ് ചെയ്ത ഒരു ക്ലോക്ക് ഓരോ മണിക്കൂറിലും 10 മിനിറ്റ് വീതം അധികമായി ഓടുന്നു എങ്കിൽ ചൊവ്വാഴ്ച രാവിലെ 11:10 ഈ ക്ലോക്ക് കാണിക്കുന്ന സമയം 3:45 PM. ഇന്ന് തിങ്കളാഴ്ചയാണ്. 61 ദിവസങ്ങൾക്ക് ശേഷം ഏത് ദിവസമായിരിക്കും? ശനിയാഴ്ച. She is making tea. Change into passive voice. Tea is being made by her. Here is the book that you asked. Dash. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 4. That is the dash bracelet I have ever seen. Prettiest ആണ്. Prasad does not look well today. Question tag എന്താണ്? Does he? Ammu dash her exam last year. Last year. Simple past tense ആണ്. Past. De facto means in reality or in fact.
എ ലൈഫ് സ്റ്റോറി റിട്ടൺ ബൈ എ പേഴ്സൺ about himself ഏതാണ് ഓട്ടോബയോഗ്രഫി. The train will dash at 6 a.m. Leave. Choose the correctly spelled word. Definitely. Option C. To throw in the towel means to give up. Pick the correct question tag. Please pass me the sugar. Dash. Question tag 2 ചോദ്യം ഉണ്ടായിരുന്നു. Will you ആണ് ഉത്തരം. അടുത്ത ചോദ്യം. Choose the correct sentence from the following. Option C. We need water and air to live. Which of the following sentences is grammatically correct? We kept away from the class. Identify the simple sentence from the following. The doctor admitted his helplessness. Which is the correct preposition to be used in the following sentence? It is very rude to point dash people. Uttaram at the people. Identify the correct sentence from the following options. Flyers were all around the venue. Option A ആണ് ഉത്തരം. Fill in the blank by adding the correct phrasal verbs given as options. We had to dash the party to another day owing to the sudden turn of events. Uttaram put off. Identify the error in the following sentence. The firefighters were well equipped with latest methods. Uttaram latest എന്നതാണ്. Identify the correctly spelled word from the option. Uttaram B ആണ്. Which word given as options means exactly the same as the one in bold in the following sentence? To go abroad was the most frivolous decision taken by her. ഉത്തരം ഓപ്ഷൻ സി സില്ലി. അടുത്തത് മലയാളം. പേര് എന്ന പദത്തിന്റെ പര്യായമായി വരാത്തത് ഏത്? നാമാങ്കം. ആമ്പൽ എന്ന പദത്തിന്റെ സമാനാർത്ഥമുള്ള ജോഡി തിരഞ്ഞെടുക്കുക. കൈരവം, കുവലയം. താഴെ പറയുന്ന ജോഡികളിൽ തെറ്റായവ തിരഞ്ഞെടുത്ത് എഴുതുക. 2ഉം 4ഉമാണ് തെറ്റായിട്ടുള്ളത്. ചുവടെ കാണുന്ന ജോഡികളിൽ ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക. ഇവിടെ 1ഉം 2ഉം ശരി. ദൃഢമായ പ്രതീക്ഷ, കഥാരൂപം, കഥയുടെ രൂപം. He came to me and assured me to repay his debt within a week. ഏറ്റവും ഉചിതമായ തർജ്ജമ ഏതാണ്? അവൻ എന്റെ അടുത്ത് വന്ന് ഒരാഴ്ചക്കുള്ളിൽ അവന്റെ കടം തിരിച്ചടയ്ക്കാം എന്നെനിക്ക് ഉറപ്പു തന്നു. അടുത്ത ചോദ്യം. വെള്ളി കൊണ്ടുള്ള എന്നർത്ഥം വരുന്ന ഒറ്റപ്പദം ഏത്? രൈജതം. പതിവ്രത എന്നർത്ഥം വരുന്ന ശരിയായ രൂപം ഏതാണ്? സാധ്വി. ഏറ്റവും ശരിയായ വാക്യം ഏതാണ്? തോട്ടണ്ടി ഇറക്കുമതി നയത്തിൽ മാറ്റം വരുത്തി. മക്കത്തായം പിരിച്ചെഴുതിയാൽ മക്കൾ അധികം തായം. ചുവടെ കാണുന്ന പുല്ലിംഗ സ്ത്രീലിംഗ ജോഡികളിൽ ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക. പ്രഭു, പ്രഭ്വി, തരുണൻ, തരുണി. ഇത്രയാണ് ചോദ്യങ്ങൾ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇത്രയാണ് ചോദ്യങ്ങൾ. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ എന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കാം. ഓക്കെ. അതുപോലെ ഈ ഒരു ആൻസർ കീ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുത്തേക്കാം. ഓക്കെ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. ഇനി പരീക്ഷ ഉള്ള ആൾക്കാരെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒരു ബ്ലൂ പ്രിന്റ് ആക്കി വെച്ച് എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും റിലേറ്റഡ് ഫാക്ട് മാക്സിമം പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചോണേ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.